എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. പരീക്ഷയ്ക്ക് മുൻപ് എല്ലാവരും ഈ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, 2025 ബുക്കർ സമ്മാന ജേതാവ്. 2025 ബുക്കർ സമ്മാന ജേതാവ് ആരാണ്? ഡേവിഡ് സാലെയാണ് 2025 ബുക്കർ സമ്മാന ജേതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് കൽപ്പറ്റ. വയനാട് ജില്ലയിലെ കൽപ്പറ്റയാണ് എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയാണ് കോട്ടയ്ക്കലാണ് രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് പെരിഞ്ഞനം. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരമാണ് ലക്നൗ ആണ് യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്കിടി. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിൽ ഏറ്റവും വടക്കേയറ്റത്തുള്ള ചിത്രശലഭ സങ്കേതം ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളം ചിത്രശലഭ സങ്കേതമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ചിത്രശലഭ സങ്കേതം. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ ആരാണ്? 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ ആരാണ്? മോഹൻലാലിനാണ് 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത്. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് മിഥുൻ ചക്രവർത്തിയാണ് 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി എ ജയതിലകാണ് കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്താണ് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ലോകബാങ്ക് പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ. ലോകബാങ്ക് പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ അജയ് ബാങ്ക. അജയ് ബാങ്കയാണ് ലോകബാങ്ക് പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറാണ് മോഹൻലാൽ. മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷിനെയാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി മാറിയത് ഏത്? ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ് ജക്കാർത്ത. ജക്കാർത്തയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. 2026 ജനുവരി 26 നടന്ന ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം എന്താണ്? 2026 ജനുവരി 26 നടന്ന ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ. വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങളാണ് ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രമേയം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ചത്. 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ചത്. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കർ. നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാഷൽ. ഗ്രാസ മാഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ച ബഹിരാകാശ യാത്രികൻ ആരാണ്? ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ച ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ച ബഹിരാകാശ യാത്രികൻ. ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി ആരാണ്? ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി ആരാണ്? പ്രശാന്ത് നായർ. പ്രശാന്ത് നായർക്കാണ് ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. ആൻസർ ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ്
2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2026 50ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 50ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ് ആണ്. 2026 50ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 21ാമത് G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2026 21ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി, അമേരിക്കയിലെ മിയാമിയാണ്. 2026 21ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത്. 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ്, കാനഡയിലെ ജോഹന്നാസ്ബർഗാണ് 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. ആൻസർ ഐച്ചി നഗോയ. ജപ്പാനിലെ ഐച്ചി നഗോയാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് അഹമ്മദാബാദാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 2026 ഫിഫ വേൾഡ് കപ്പിലെ പന്ത്. 2026 ഫിഫ വേൾഡ് കപ്പിലെ പന്ത് ട്രിയോണ്ടയാണ്. 2026 ഫിഫ വേൾഡ് ലോകകപ്പിലെ പന്ത്. ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും സുതാര്യമായി ലഭിക്കാൻ സജ്ജമാക്കിയ ഏകീകൃത മൊബൈൽ ആപ്പ്. ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും സുതാര്യമായും ലഭിക്കാൻ സജ്ജമാക്കിയ ഏകീകൃത മൊബൈൽ ആപ്പ് ഏതാണ്? നമ്മുടെ കേരളമാണ് ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും സ്വകാര്യമായി ലഭിക്കാൻ സജ്ജമാക്കിയ ഏകീകൃത മൊബൈൽ ആപ്പ്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷയൊരുക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയനിശയാണ്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസാണ് നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സംസ്ഥാനത്തെ തീരപ്രദേശ പഞ്ചായത്തുകളിൽ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ തീരപ്രദേശ പഞ്ചായത്തുകളിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് തീരശ്രീയാണ്. സംസ്ഥാനത്തെ തീരപ്രദേശ പഞ്ചായത്തുകളിൽ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അവയവദാന പദ്ധതി. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനിയാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അവയവദാന പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റലാക്കുന്ന പദ്ധതിയാണ് സമൃദ്ധയാണ് സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റലാക്കുന്ന പദ്ധതി. ചൈനയെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയത് ഏതാണ്? ചൈനയെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. ചൈനയെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയത്. 2025-26 രഞ്ജി ട്രോഫി ജേതാക്കൾ. 2025-26 രഞ്ജി ട്രോഫി ജേതാക്കളാണ് ജമ്മു ആൻഡ് കാശ്മീരാണ് 2025-26 രഞ്ജി ട്രോഫി ജേതാക്കൾ.
2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. VS അച്യുതാനന്ദനും KT തോമസിനും P നാരായണനുമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികളാണ് AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ. AE മുത്തുനായകത്തിനും കലാമണ്ഡലം വിമല മേനോനും കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്കുമാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്.